ദുബായ്ക്ക് കയറാൻ എളുപ്പമാണ്, പക്ഷേ ഇവിടെ ജീവിക്കാനാണ് പാട്. മോനെ, മലകുട്ടി അവിടെ ഭക്ഷണം കഴിച്ചാ? എന്താ ഈ ജോലിന്റെ കാര്യങ്ങളൊക്കെ? ഇല്ലമ്മ, അത് കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണം സെറ്റ് ആയിണ്ട്. ഇൻഷാല്ലാ സെറ്റ് ആവും. കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റ് ആണ്ട്. കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ എന്തെങ്കിലും അറിയിക്കുന്നുണ്ട്. എടാ, നിനക്ക് അത്യാവശ്യം സ്കില്ലുണ്ട്, പിന്നെ എന്തിനാടാ നീ വേറെ പണിക്ക് പോകുന്നത്? നിനക്ക് നമ്മളാ പറഞ്ഞ പ്ലാൻ സഹായിക്കൂടെ? രാജ ബാസ്താണ്. ആടാ പറയടാ. ഒന്നുമില്ല, ഈ അന്ന് പറഞ്ഞ കാര്യത്തിന് താല്പര്യമുണ്ട്. അത് എന്താ സംഭവം എന്നോട് പറഞ്ഞുതരും. സെറ്റ് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, ക്വിക്ക് പ്ലസ് ബിസിനസ് കൺസൾട്ടന്റ്. അവർ കിസേസ് തന്നെയാണ്. ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ആക്കി തരാം, നീ ഒന്ന് പോയി നോക്ക്. ഓക്കെ. എന്താണ് ഇഷ്യൂ? മൊത്തത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഞാനൊരു ജോബ് നോക്കി ഇറങ്ങിയതാ. മുട്ടേണ്ട വാതിലൊക്കെ മുട്ടി. പിന്നെ ഞാൻ ആലോചിച്ചു, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതാവും ഏറ്റവും ബെറ്റർ. ഇതെന്താണെന്നറിയോ, ഒരു ജോലി അന്വേഷിച്ച് വരുമ്പോൾ തന്നെ ഒരു ക്യാമറ ബാഗും തൂക്കിപ്പിടിച്ച് വരണമെങ്കിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ നിന്റെ ഉള്ളിൽ ഉണ്ട്. സത്യമല്ലേ? നിനക്ക് അവസരം തന്നില്ലെങ്കിൽ നീ അവസരം ഉണ്ടാക്കണം. അതിന് സ്വന്തമായിട്ട് ഒരു ലൈസൻസ് അങ്ങ് ഓപ്പൺ ചെയ്യും ബ്രോ. അതിന് നീ കമ്പനി ഒന്നും സ്റ്റാർട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ഷോപ്പ് തുടങ്ങുന്നൊന്നും വേണ്ട. സ്വന്തമായിട്ടൊരു ഫ്രീലാൻസർ ലൈസൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിനക്ക് കൂട്ടുകാരെല്ലാം ഏഡ് ചെയ്യണമെങ്കിൽ നീ ഈ ലൈസൻസിന്റെ അണ്ടറിൽ ഏഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടൊന്ന് തുടങ്ങുന്നത് ഈസി അല്ലേ? ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ വേഗം നോക്കിയിട്ട് തന്റെ മുമ്പിൽ കുറച്ച് ആൾക്കാർ വരും. അപ്പൊ അവരെ ഒന്ന് പരിഗണിച്ചാൽ ഓക്കെ. ബൈ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിലും അത് കൂടെ നിന്ന് നടത്തി തരാൻ ഇവരൊക്കെയുണ്ട്.